നമസ്കാരം. ഗ്രാമി ഉച്ചവാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മഹാശിവരാത്രി. ശിവപ്രീതിക്കായുള്ള ഏറ്റവും പ്രധാന ദിവസമാണ് ശിവരാത്രി ദിനം. ചതുർദശി അർദ്ധരാത്രിയിൽ വരുന്ന ദിവസം ശിവചതുർത്ഥി എന്നും മഹാശിവരാത്രി എന്നും അറിയപ്പെടുന്നു. ശിവപ്രീതിക്കായി നടത്തേണ്ട ഉത്തമമായ വ്രതാനുഷ്ഠാനവും ശിവരാത്രി വ്രതമാണ്. മറ്റു വ്രതാനുഷ്ഠാനങ്ങൾ നടത്താത്തവർ ശിവരാത്രി വ്രതം അനുഷ്ഠിച്ചാൽ അവർക്ക് എല്ലാ വ്രതാനുഷ്ഠാനങ്ങളുടെയും ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. വ്യക്തികൾക്കും കുടുംബത്തിനും ഒരുപോലെ ശ്രേയസ്കരമാണ് ശിവരാത്രി വ്രതാനുഷ്ഠാനം. ശിവക്ഷേത്രങ്ങളിൽ മഹാശിവരാത്രി വെള്ളിയാഴ്ച രാവിലെ മുതൽക്ക് തന്നെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ സിറ്റിംഗ് എം പി ടി.എൻ. പ്രതാപന് സീറ്റില്ല. പകരം വടകരയിൽ നിന്നും കെ മുരളീധരൻ തൃശൂരിൽ സ്ഥാനാർത്ഥിയാവും. വടകരയിൽ ഷാഫി പറമ്പിൽ എം.എൽ.എയോ ടി സിദ്ദിഖ് എം.എൽ.എയോ സ്ഥാനാർത്ഥിയാകും. വ്യാഴാഴ്ച രാത്രി ചേർന്ന നേതാക്കളുടെ യോഗത്തിലാണ് തീരുമാനം. ടി.എൻ. പ്രതാപന് അടുത്ത നിയമസഭാ സീറ്റിൽ സ്ഥാനാർത്ഥിത്വം നൽകുമെന്നാണ് ധാരണ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വെച്ച് നിർദ്ദേശിച്ച നേതാക്കൾ അംഗീകരിക്കുകയായിരുന്നു. പത്മരാജ് വേണുഗോപാൽ ബി.ജെ.പിയിൽ ചേർന്ന സാഹചര്യത്തിലാണ് തീരുമാനം. തൃശൂരിൽ എന്ത് വില കൊടുത്തും സീറ്റ് നിലനിർത്താനും പത്മജിയുടെ ബി.ജെ.പി പ്രവേശന വിവാദം ഏറ്റവും അധികം ചർച്ചയാവുക തൃശൂരിലാണെന്നതിനാൽ അതിനെ മറികടക്കാൻ ശക്തനായ നേതാവ് തന്നെ വേണമെന്നതാണ് കെ മുരളീധരന്റെ പേരിലെത്തിയത്. നേരത്തെ വടകരയിലേക്ക് കെ മുരളീധരനെ എത്തിക്കുന്നത് നേമത്ത് എം.എൽ.എ സ്ഥാനത്ത് നിന്നുമായിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് നേരത്തെ പ്രതാപൻ പ്രഖ്യാപിച്ചതായിരുന്നു. മണലൂർ മണ്ഡലം കേന്ദ്രീകരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്കും കടന്നിരുന്നു. എന്നാൽ പിന്നീട് സിറ്റിംഗ് എം പിമാർ മത്സരിക്കണമെന്ന നിർദ്ദേശം വന്നതോടെ വീണ്ടും രംഗത്തിറങ്ങുകയായിരുന്നു. ഇടത് സ്ഥാനാർത്ഥിയായി വി.എസ്. സുനിൽകുമാറും ബി.ജെ.പി സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയും എത്തിയതോടെ ശക്തമായ ത്രികോണ മത്സരമായി മാറിയിരുന്നു. ഇത് പ്രതാപന്റെ വിജയസാധ്യത തന്നെ സംശയത്തിലാക്കിയിരുന്നു. കെ കരുണാകരന്റെ വൈകാരികത കൂടിയാകും കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം. നേരത്തെ വി രാഘവൻ ലോക്സഭയിലേക്ക് കെ മുരളീധരനെ തോൽപ്പിച്ച ചരിത്രം തൃശൂരിലുണ്ടെങ്കിലും പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതിന് പ്രസക്തിയില്ലെന്നാണ് വിലയിരുത്തൽ. വാടാനപ്പള്ളി ഗവൺമെന്റ് ഹോമിയോപ്പതി ഡിസ്പെൻസറി നാടിന് സമർപ്പിച്ചു. വാടാനപ്പള്ളിയുടെ ചിരകാല സ്വപ്നമായ ഗവൺമെന്റ് ഹോമിയോപ്പതി ഡിസ്പെൻസറി കേരളയുടെ സമർപ്പണം ആരോഗ്യ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി.എം. നിസർ ആമുഖ പ്രസംഗം നടത്തി. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ ഭിനേഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സബിത് എ.എസ്., ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ ചെമാലു, ബ്ലോക്ക് മെമ്പർമാരായ ഇബ്രാഹിം പടുവിങ്ങൽ, പഞ്ചായത്ത് മെമ്പർമാരായ സരിത ഗണേശൻ, ഷബീർ അലി, മഞ്ജു പ്രേംലാൽ, ദിൽ ദിനേശൻ, ശ്രീകല ദേവാനന്ദ്, സുജിത് എം.എസ്., ഷൈജ ഉദയകുമാർ, രേഖ അശോകൻ, സെക്രട്ടറി തോമസ് എ.എൽ., മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജിത് വടക്കുംചേരി, ഷക്കീല ഉസ്മാൻ, ഹോമിയോപ്പതി DMO ഡോക്ടർ ലീന റാണി എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരും പങ്കെടുത്തു. ജില്ലയിലെ ചാവക്കാട് താലൂക്കിൽ ഉൾപ്പെടുന്ന തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള തീരദേശ ഗ്രാമമായ വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് നിലവിൽ ഹോമിയോപ്പതി ചികിത്സയ്ക്കായി മറ്റു പഞ്ചായത്തുകളെയാണ് സാധാരണക്കാർ ആശ്രയിച്ചിരുന്നത്. വാടാനപ്പള്ളി പ്രദേശത്ത് ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സമീപിക്കാവുന്ന ഒരു ഹോമിയോപ്പതി ഉപകേന്ദ്രം ഉണ്ടായിരുന്നില്ല. ഈ പ്രശ്നത്തെ മുൻനിർത്തി കഴിഞ്ഞ ഭരണസമിതി തീരുമാനപ്രകാരം 2019-20 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തു. എന്നാൽ ചില സാങ്കേതിക തടസ്സം നേരിട്ടുവെങ്കിലും ഇപ്പോഴത്തെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കൃത്യമായി ഇടപെട്ട് ഒരു സ്ഥിരം ഡോക്ടറെ നിയമിക്കുകയും ഒരു അസിസ്റ്റന്റിനെ പഞ്ചായത്ത് നിയമിക്കുകയും ചെയ്തതുവഴി ഹോമിയോ ഡിസ്പെൻസറിക്ക് വഴിയൊരുങ്ങുകയായിരുന്നു. ഭിന്നശേഷി സൗഹൃദമായി പണിത കെട്ടിടത്തിൽ രോഗികൾക്ക് വിശ്രമമുറി, ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റ്, ഡോക്ടർ പരിചരണ മുറി, ആവശ്യത്തിനുള്ള മരുന്ന് തുടങ്ങിയ മുഴുവൻ സൗകര്യങ്ങളും പഞ്ചായത്ത് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ദിവസവും രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണെന്നും പ്രസിഡന്റ് അറിയിച്ചു. വാടാനപ്പള്ളി, നടുവിൽക്കര, പയ്യൂർമാട് റോഡ് പരിസര പ്രദേശങ്ങളിലും കുടിവെള്ളം പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും കിട്ടാക്കനിയായിട്ട് 4 മാസങ്ങളിലോളമായി. നിരവധി തവണ പഞ്ചായത്ത്, വാട്ടർ അതോറിറ്റികളുടെ അധികൃതർക്ക് പരാതികൾ നൽകിയിട്ടും നടപടികൾ ഇല്ലാത്തതിനാലാണ് ബി.ജെ.പി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തിയത്. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കാലിക്കുടങ്ങൾ ഉടച്ച് ബി.ജെ.പി ജില്ലാ സ്പോർട്സ് സെൽ കൺവീനർ കെ.എസ്. അമിത് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റിന്റെ ജൽ ജീവൻ പദ്ധതി കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിൽ LDF പഞ്ചായത്ത് ഭരണസമിതിയുടെ പിടിപ്പുകേടാണ് ഇതിന് പിന്നിലെന്ന് അദ്ദേഹം ആരോപിച്ചു. കുടിവെള്ളം ലഭ്യമാകുന്നതുവരെ ശക്തമായ സമരപരിപാടികളുമായി ബി.ജെ.പി മുന്നോട്ടു പോകുമെന്ന് ബി.ജെ.പി മണലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി സന്തോഷ് പണിക്കശ്ശേരി ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞു. ബി.ജെ.പി പഞ്ചായത്ത് പ്രസിഡന്റ് ദിവിൻ ദാസ് പി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ജയേഷ് മാധവൻ, വൈസ് പ്രസിഡന്റ് കെ സുരേഷ്, കെ ബി പ്രശാന്ത്, മഞ്ജു പ്രേംലാൽ എന്നിവർ സംസാരിച്ചു. പ്രതിഷേധ സമരത്തിന് രാംദാസ് മഠത്തിൽ സുമിത്, ശങ്കരനാരായണൻ, രജീഷ്, ഉണ്ണി പോർത്തര,
ബിജു, സുധീഷ്, ഷിജു, ജിഷ രാംദാസ്, സാൻഡി ബിജു, പ്രിയ ഷിജു, വിലാസിനി, ശിവരഞ്ജിനി സന്തോഷ്, ജയന്തി കണ്ണൻ, ലതാ രവി, ശകുന്തള വാസു, മാധവി ബാബു എന്നിവർ നേതൃത്വം നൽകി. പ്രശ്നപരിഹാരത്തിനായി തളിക്കുളം വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സൂചകമായി ഇവർ കാലിക്കുടമുടച്ച് പ്രതിഷേധം അറിയിച്ചു. അതേസമയം ഇന്ന് തന്നെ പ്രശ്നപരിഹാരം കാണുന്നതിന് പൈപ്പ് ലൈൻ പരിശോധന നടത്തുമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകുകയും ചെയ്തതിന്റെ ഭാഗമായി അടിയന്തരമായി പരിശോധനാ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുമുണ്ട്. 5-6 മാസത്തോളമായി നടുൽക്കര ഒരു ഭാഗത്തേക്ക് ഒരു തുള്ളി വെള്ളം പോലും എത്താത്ത ഒരു അവസ്ഥയാണ് ഉള്ളത്. അതിന്റെ ഭാഗമായി പലതവണ പ്രതിഷേധങ്ങൾ പരിപാടികൾ നടത്തിയിട്ട് തന്നെ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നോ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നോ യാതൊരു നടപടികളും ഇല്ലാതെ വന്ന ഈ അവസരത്തിലാണ് ഇങ്ങനൊരു സമര പരിപാടിയുമായി BJP പഞ്ചായത്ത് കമ്മിറ്റിയുടെ മണലൂരിൽ 10 ലക്ഷം രൂപ ചിലവഴിച്ച് CPIM കാരമുക്ക് ലോക്കൽ കമ്മിറ്റി ജനകീയ സഹകരണത്തോടെ നിർമ്മിച്ച സ്നേഹവീട് വൈകിട്ട് 4-ന് CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസ് കൈമാറുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അരുമ്പൂരിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ അകാലത്തിൽ മരണപ്പെട്ട കാരമുക്ക് സ്വദേശി ചിറയത്ത് സുധീറിന്റെ ഭാര്യയും മക്കളുമടങ്ങുന്ന നിരാശ്രയ കുടുംബത്തിനാണ് 650 സ്ക്വയർ ഫീറ്റിൽ പൂർണ്ണമായും പണികൾ കഴിഞ്ഞ വീട് ഒരുങ്ങിയത്. 2 ബെഡ്റൂമുകൾ, 2 ബാത്റൂമുകൾ, ഹാൾ, അടുക്കള, വർക്ക് ഏരിയ, സിറ്റ് ഔട്ട് തുടങ്ങിയ സൗകര്യങ്ങളുമുണ്ട്. വീട് കൈമാറ്റ ചടങ്ങിൽ മുരളി പെരുന്നെല്ലി MLA, TV ഹരിദാസൻ, CK വിജയൻ, VN സുർജിത്, KK ശശിധരൻ, TI ചാക്കോ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സംഘാടക സമിതി കൺവീനർ VV പ്രഭാത്, ചെയർമാൻ VV സജീന്ദ്രൻ, ട്രഷറർ CA മുരളി, MV ഷാജി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വടാനപ്പള്ളി നടുവിൽക്കര ബോധാനന്ദ വിലാസം LP സ്കൂളിന്റെ 94ാമത് വാർഷികവും രക്ഷാകർതൃ സംഗമവും വന്നേരി ചന്ദ്രശേഖരൻ മാസ്റ്റർ സ്മാരക അധ്യാപക പുരസ്കാര സമർപ്പണവും നടന്നു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ആശാ ഗോപിനാഥ് ഭദ്രദീപം തെളിയിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ MS സുജിത് അധ്യക്ഷത വഹിച്ചു. തളിക്കുളം BPC സിന്ധു KH മുഖ്യാതിഥിയായിരുന്നു. ഈ വർഷത്തെ വലപ്പാട് ഉപജില്ലയിലെ മികച്ച അധ്യാപകനുള്ള വന്നേരി ചന്ദ്രശേഖരൻ മാസ്റ്റർ സ്മാരക അധ്യാപക അവാർഡ് തളിക്കുളം ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപകൻ KL മനോഹിതിന് ജൂറി ചെയർമാൻ ഗോപിദാസ് വന്നേരി സമ്മാനിച്ചു. കലാകായിക വിജ്ഞാനോത്സവ മത്സരങ്ങളിലെ പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. പൊയ്യാറ സൈജു സ്മാരക അവാർഡ് സ്കൂൾ വിദ്യാർത്ഥിനി ഗൗതനന്ദ ഏറ്റുവാങ്ങി. ദേശീയ അധ്യാപക പുരസ്കാര ജേതാവ് KS ദീപൻ, പ്രധാന അധ്യാപിക ജീന ജോസ്, PTA പ്രസിഡന്റ് സൗമ്യ അനിൽകുമാർ, അധ്യാപക പ്രതിനിധി A ജാഫർ, മാതൃസംഗമം പ്രസിഡന്റ് ഷാഹിറ താജു, SRG കൺവീനർ ആതിര NA, PTA വൈസ് പ്രസിഡന്റ് സീന KS, സ്കൂൾ ലീഡർ ഇഷ KS, സ്റ്റാഫ് സെക്രട്ടറി ജിജോ തമ്പി K എന്നിവർ പ്രസംഗിച്ചു. KL മനോഹിത് മറുപടി പ്രസംഗം നടത്തി. വിദ്യാർത്ഥികളുടെയും PTA മാതൃസംഗമത്തിന്റെയും നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും നടന്നു. ശിവരാത്രി ആഘോഷ തിരക്കിനിടയിലും കടലാമ മുട്ടകൾ വിരിഞ്ഞിറങ്ങാൻ കാവലായി വലപ്പാട് ബീച്ചിലെ മത്സ്യത്തൊഴിലാളികൾ. വലപ്പാട് ബീച്ചിൽ ഏതാനും ദിവസം മുൻപാണ് കടലാമ മുട്ടയിട്ടത്. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെ ബീച്ചിൽ വല നന്നാക്കുന്നതിനിടെയാണ് കടലാമ കരയിലേക്ക് വരുന്നത് മത്സ്യത്തൊഴിലാളികൾ കാണുന്നത്. മണൽ വകഞ്ഞുമാറ്റിയ കടലാമ 1 മണിക്കൂറിന് ശേഷം തിരികെ കടലിലേക്ക് പോകുന്നത് മത്സ്യത്തൊഴിലാളികൾ കണ്ടു. മുട്ടയിടാൻ എത്തിയതാണെന്ന് അറിഞ്ഞതോടെ തമ്പുരാട്ടി വള്ളങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾ ഇതിനു ചുറ്റുമായി വലയും മറ്റും വിരിച്ച് സംരക്ഷണം തീർത്തു. ഒരു ദിവസം രാത്രി ഇവിടെ ഇരിക്കുന്ന നേരത്ത് രാത്രി ഒരു 8-9 മണി ആയിട്ടുണ്ട്. 9 മണി കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ രാമ കയറി വന്ന് തെക്കേ വശത്തൂടെ കയറി ഈ കിഴക്കോട്ട് കയറി പിന്നെ ഇറങ്ങി വന്ന് നമ്മൾ തമ്പുരാട്ടി വഞ്ചിരിക്കണതിൻ്റെ വടക്കേ മരികയിൽ വന്ന് അത് മുട്ടയിട്ട് അത് കുറച്ച് കിഴക്കോട്ട് കിടന്നിട്ട് പിന്നെ പടിഞ്ഞിട്ട് കിടന്നു പോയി. അപ്പോൾ ഞങ്ങൾ ആ മുട്ട ഇവിടെ സൂക്ഷിച്ച് അത് വിരിയിച്ച് വിടണമെന്നുള്ളൊരു ആഗ്രഹം ഞങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഒരു 10-30 ദിവസത്തോളം താഴെയായിട്ടുണ്ട്. ഒരു 42 ദിവസം 52 ദിവസമാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ചാനലിലൊക്കെ നോക്കിയപ്പോൾ 52 ദിവസമാണ് മുട്ട വളർന്നു പോകണ 52 ദിവസമാണ് പറയുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഞങ്ങൾ കാത്ത് സൂക്ഷിച്ചിരിക്കുകയാണ് ഇവിടെ വലപ്പാട് ബീച്ചിൽ. അരവീട്ടിൽ അഭിലാഷ്, സുബിൻ കോഴിശ്ശേരി, ഗോപാലകൃഷ്ണൻ വിക്രംശ്ശേരി, വിപിൻ ഏരൻ കിഴക്കേത്ത് ഉൾപ്പെടെയുള്ള മത്സ്യത്തൊഴിലാളികൾ രാവും പകലുമായി കടലാമ മുട്ടകൾക്ക് സംരക്ഷണം തീർത്ത് കാത്തിരിക്കുകയാണ്. 52 ദിവസം കഴിഞ്ഞ് വിരിഞ്ഞിറങ്ങുന്ന കടലാമ കുഞ്ഞുങ്ങളെ തിരികെ കടലിലേക്ക് തിരിച്ചുവിടുകയെന്ന അതീവ ജാഗ്രതയിലുമാണ് വലപ്പാട് ബീച്ചിലെ മത്സ്യത്തൊഴിലാളികൾ.
കാഞ്ഞാണി മുടത്തോളി ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ തോറ്റംപാട്ട് മഹോത്സവം ആഘോഷിച്ചു. വ്യാഴാഴ്ച രാവിലെ മുതൽ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, അഭിഷേകങ്ങൾ, കളമെഴുത്തുപാട്ട്, സന്ധ്യയ്ക്ക് ദീപാരാധന, തുടർന്ന് അയ്യപ്പസ്വാമിക്ക് പ്രത്യേക പൂജ, ശ്രീ വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളം എന്നിവ നടന്നു. വെള്ളിയാഴ്ച രാവിലെ മുതൽ ദേവിക്ക് കളം, പന്തീരടി പൂജ, മുഴുവൻ മഠാധിപതികൾക്കും വീത, ദേവിക്ക് രൂപക്കളം, വടക്കുവാതുക്കൽ ഗുരുതി, തായംഭക എന്നിവയും നടന്നു. പൂജാ ചടങ്ങുകൾക്ക് ക്ഷേത്രം ശാന്തി ശരത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ നികുതിദായകർക്കായി കെട്ടിട നികുതി ലൈസൻസ് ഫീ അടയ്ക്കുന്നതിനായി 8, 9, 10 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഈ ദിവസങ്ങളിൽ നികുതി അടയ്ക്കാവുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണെന്നും അറിയിപ്പിൽ പറയുന്നു. ഇതോടുകൂടി ഗ്രാമ്യ ഉച്ചവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.